ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വേളാങ്കണ്ണിയിലെത്തി, കുർബാന കണ്ടു, നേർച്ചകളെല്ലാം കഴിച്ചു. അതിൻ്റെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഒരു ചെറിയ കടയിൽ, ഈ ചേട്ടൻ്റെ കടയിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കയറിയതാണ്. നല്ല വെള്ളമായിരുന്നു. അവിടുത്തെ പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. വെള്ളം കുടിച്ചിട്ട് നേരെ ഇറങ്ങാൻ പോകുന്നത് ബീച്ചിലോട്ടാണ്. ബീച്ച് സൈഡിൽ മൊത്തം അപ്പോൾ റോഡിൻ്റെ രണ്ടും ഇരുവശത്തുമായി ചെറിയ ചെറിയ കടകൾ, പിന്നെ ഒരുപാട് കാഴ്ചകൾ, ഇങ്ങനെ മെഴുകുതിരി വിൽക്കുന്നവരും അല്ലാതെ ചെറിയ ചെറിയ കച്ചവടക്കാരും, അങ്ങനെ നിറയെ കാഴ്ചകളായിട്ട് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ ഒരു പഞ്ചായത്ത് പട്ടണമാണ് വേളാങ്കണ്ണി. പുരാതന കാലത്ത് റോമും ഗ്രീസുമായി വ്യാപാരം നടത്തിയ ഒരു തുറമുഖം കൂടിയായിരുന്നു ഈ പട്ടണം. ഇവിടെ ധാരാളം കച്ചവടം നടത്തി പോന്നിരുന്നു. ഇന്നും നമുക്ക് കാണാം, ഒരുപാട് കടകൾ ഇവിടെയുണ്ട്. നമ്മൾ ഇവിടെ ഒരു ചെറിയ കടയിൽ കയറി ഒരു ഡ്രസ്സ് നോക്കാൻ, പക്ഷേ ഒന്ന് നല്ല റേറ്റും ആയിരുന്നു, പിന്നെ അത്ര നല്ലതും അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി. നമ്മുടെ നാട്ടിലെ ഈ ചീന്തിക്കടയൊക്കെ പോലെ ഒത്തിരി കടകളുണ്ട്. പലതരം ഭക്ഷ്യവസ്തുക്കളുടെയും പിന്നെ ചെറിയ ചെറിയ വീട്ടുപകരണങ്ങളുടെയും, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഏതെടുത്താൽ 5 രൂപ 10 രൂപ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ് എല്ലാത്തിനും. ഇതൊരു ഫുഡിൻ്റെ കടയാണ്. ഞങ്ങൾ ചില കടകളിലൊക്കെ കയറി നോക്കുന്നുണ്ട്. റേറ്റൊക്കെ താങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് തിരിച്ചതുപോലെ തന്നെ ഇറങ്ങിപ്പോരും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ചെറിയ ഹെയർ ബാൻഡ് ഉണ്ട്. വില ചോദിച്ചപ്പോൾ 50 രൂപ 60 രൂപ എങ്ങോട്ട് പറഞ്ഞു. ചേട്ടൻ തന്നെ വെച്ചോളാൻ പറഞ്ഞു. ഇതൊരു നൊസ്റ്റാൾജി സംഭവമാണ്. ഇത് പെൺകുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ 90 കിഡ്സിനൊന്നും കണ്ടാൽ മനസ്സിലാവും അറിയത്തില്ല, 80 കിഡ്സിനൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഇത് ബട്ടർഫ്ലൈ ക്ലിപ്പ് എന്ന് പറയും. ഇതൊരു പേനയായിരുന്നു കേട്ടോ, കോടയുടെ അംബ്രല്ല മോഡൽ പേന. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ടിറങ്ങാണേ. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. തൊപ്പിയാണോ? തൊപ്പിക്കടയുണ്ടോ? ഒരു തൊപ്പി നോക്കാൻ കയറിയതാ, പക്ഷേ ഇഷ്ടപ്പെട്ട തൊപ്പിയൊക്കെ നോക്കി ഭയങ്കര റേറ്റാണ്. പിന്നെ അവർ വലുതായിട്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നുമില്ല. നമ്മളെ കണ്ടിട്ട് എടുക്കുമെന്ന് തോന്നുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അവിടുന്ന് അതുപോലെ തന്നെ ഇറങ്ങി കേട്ടോ. നട്ടുച്ച സമയമാണ്, ഏകദേശം 1:30-2 മണി എങ്ങാണ്ടായിരുന്നു. അത്രേ ആയില്ല, 1 മണിയായിരുന്നു. പക്ഷേ എന്ത് തിരക്കാന്ന് നോക്കി ഈ സമയത്ത്.
ഏതാ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബീച്ച് സൈഡിലെത്തി. നടന്ന് നന്നേ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഈ എന്താ പറയുക ആ നീല ആ ടാർപോളിനില്ലേ അത് കെട്ടിയിരിക്കുന്നത് കാരണം അത്ര നമുക്ക് ഡയറക്റ്റ് വെയിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചൂടിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അത് നന്നായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ബീച്ച് സൈഡ് അടുക്കാറായി. നമ്മൾ ബീച്ചിലെത്തി. ബീച്ച് കണ്ടോ, എന്നാ തിരക്കാന്ന് നോക്കിയേ. സമയം അറിയാമല്ലോ, 1:30 മണി. പക്ഷേ ബീച്ചിലെ തിരക്കും ലാസ്റ്റ് ഞാൻ വന്നതുപോലെ അല്ലായിരുന്നു ബീച്ച് കേട്ടോ. ലാസ്റ്റ് വന്നപ്പം കുറേ അങ്ങ് ഇറങ്ങി ആൾക്കാർ ഒത്തിരി അങ്ങ് മാറി നിന്ന് കടലിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പം തീരെ അന്ന് ഭയങ്കര ശാന്തമാണെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ടും ക്രൂവലായിട്ട് നിൽക്കുക എന്ന് പറയാം. ഭയങ്കര തിരയായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. മലയാളികൾ കുറവായിരുന്നു തോന്നുന്നു. മലയാളികൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ടൈമിലൊക്കെ കണ്ടത്. ബാക്കിയെല്ലാം തമിഴ്നാട്ടിലെ അവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. ഈ ബീച്ച് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സുനാമിയുടെ സമയത്ത് ഒരുപാട് നാശനഷ്ടം ഉണ്ടായ സ്ഥലമാണ് ഈ പട്ടണവും ബീച്ച് സൈഡും എല്ലാം. പക്ഷെ പള്ളിക്കകത്ത് നിന്ന് മനുഷ്യർക്കോ ഒന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു അത്ഭുതമായിട്ട് ഇന്നും നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറേ നേരം ബീച്ചിൽ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലൂടെ ഇറങ്ങിപ്പോയി. പക്ഷെ കടൽ ഇങ്ങനെ ക്രൂരമായി നിൽക്കുന്നതാണ് ഇത്തിരി പേടി തോന്നി. പക്ഷെ ആൾക്കാരൊക്കെ കാണാൻ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നേ. ആൾക്ക് പേടിയൊന്നുമില്ല. പിള്ളേരൊക്കെ ഓടി നടന്ന് കളിക്കുക. ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന എന്താ പറയുക, ഇങ്ങനെ നിൽക്കുന്ന ഭീകരമായിട്ട് നിൽക്കുന്ന ഇതിൽ ഡ്രസ്സെല്ലാം നനഞ്ഞായിരുന്നു. നല്ലതായിട്ട് കയറി വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇച്ചിരി കുറച്ചും കൊണ്ട് ഇറങ്ങി.
കണ്ടോ കടൽ എന്ത് ഇത് രോഷം വന്നു നോക്കി. നല്ല തിരയല്ലേ. ഇവിടുത്തെ ഒരു വിശ്വാസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ അമ്മമാരും ആൻറ്റിമാരും ഒക്കെ ഇങ്ങനെ കടലിൽ വന്നിട്ട് ഇങ്ങനെ മുങ്ങി കയറുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ എന്ത് രസമല്ലേ ഇങ്ങനെ വെള്ളം വന്ന് അടിച്ചു കയറുമ്പോൾ. ഡ്രസ്സ് നനഞ്ഞാലെന്ത്. ഇവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. വീഡിയോ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള യൂണിഫോമാണ്. എനിവേ പള്ളിയുടെ ആയിരിക്കാം തോന്നുന്നു. അവർ പറയുന്ന ഒരു ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ഉണ്ട്. നമ്മളത് കൊടുത്താൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പ്രിൻ്റാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുതരും. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴത്തേക്കും വേറെ കുറേ അമ്മമാരവിടെ വന്നിട്ട് കൈ നോക്കിത്തരാം, അത് പറയാം, ഭാവി കാലം പറയാം, മഹാലക്ഷ്മിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. കൈ നോക്കാതെ മുഖം നോക്കാതെ നമ്മുടെ ഭാവി, നമ്മുടെ ഇപ്പോഴത്തെ നമ്മളെങ്ങനെ ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാമല്ലോ. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ആ വശത്തേക്ക് പോയില്ല.
പോരുമായിരുന്നു കേട്ടോ. 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പയ്യന്മാർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന് തിരിച്ച് അതേ റൂട്ട് തന്നെ തിരിച്ച് പള്ളിയിലെ മെയിൻ പള്ളിയിലോട്ട് മെയിൻ ചർച്ചിലോട്ട് പോകാമെന്ന് കരുതി. നല്ല തിരക്കുണ്ടായിരുന്നു, വെയിലും ഉണ്ടായിരുന്നു അത്യാവശ്യം. ഒരു ചെറിയ പർച്ചേസിങ് നടത്തി. മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു അങ്ങനത്തെ അനുവിന് വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് ഒരു വെള്ളവും കുടിച്ച് നേരെ പള്ളിയുടെ വാതിക്കലെത്തി. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാടാക്കിയാൽ ഭയങ്കര ലെങ്തായി പോകില്ലേ, അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങളും ഇനിയിപ്പം തിരിച്ചു പോകുന്ന ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. സന്തോഷം. വലിയൊരു സപ്പോർട്ടാണ് എല്ലാവരും ചെയ്തു തരുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Dear devotee, every day a constant prayer of every day and love the